ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിടെക് ലെറ്റ് 2025 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസത്തില് 15-ാം തീയതിയാണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. മോർണിംഗിലാണ് എക്സാം വരുന്നത്. 10 മണി മുതൽ 12 മണി വരെ ആയിരിക്കും ആ എക്സാം പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് 20-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ പേയ്മെന്റ് മറ്റ് പ്രോസസ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിലവിൽ വന്നിരിക്കുന്നത് മെയ് 22-നും കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വേറെ 1-2 കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ പ്രോസ്പെക്ടസിനകത്ത് തന്നെ ഒരു മെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെയിലിലേക്ക് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ഇൻ കേസ് നിങ്ങളെ കമ്മ്യൂണിറ്റി ഏത്, അപ്പോൾ ഈഴവ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൊടുത്തതിൽ SCBC സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോ എന്നോ, അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തതിൽ എമൗണ്ട് അടിച്ചതിൽ മാറ്റം ഉണ്ടോ എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ നിങ്ങൾ ഡേറ്റ് 2024 പാസ് ഔട്ട് ആയവർ 23-എന്നോ 25-എന്നോ ഒക്കെ കൊടുത്ത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ LBSന്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൽ അയച്ചു കൊടുത്താൽ മതി. എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ, രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെയിൽ ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് പറ്റിയ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ നിലവിൽ ബൈ മിസ്റ്റേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത്. എല്ലാവർക്കും അല്ല, ഒരു 1% ഓഫ് സ്റ്റുഡൻസിന്. അപ്പോൾ ആ 1% സ്റ്റുഡൻസ് പോലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ 1-2 കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ പ്രോബ്ലം ഉണ്ടായിരുന്നു. LBSന്ന് ആ കുട്ടിയെ തിരിച്ച് വിളിക്കുകയും ചെയ്തു. തിരിച്ച് വിളിച്ചിട്ട് എന്തായിരുന്നു പ്രോബ്ലം എന്ന് ചോദിച്ചു. അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ അക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്നത് ഏകദേശം ഒരു മെയ് 10-ന് ശേഷമായിരിക്കും. ഡിനൈഡ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് മെയിൽ ചെയ്യുകയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വരികയും ചെയ്യുക. ജസ്റ്റ് അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് നോക്കുകയും വേണം. മെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. ലെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസ് കഴിഞ്ഞ വർഷത്തെ സെയിം സിലബസ് തന്നെ. നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കിയാൽ മതിയാകും. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പോളിറ്റ് ബിടെക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷവും അതിന് മുന്നേ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഇതിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് 2200 ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ 3 സെറ്റ് KTUവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എന്തെങ്കിലുമുണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. നിലവിൽ ഇതിന്റെ ഡിജിറ്റൽ വെർഷനും അതോടൊപ്പം തന്നെ ഇതിന്റെ 2200 ക്വസ്റ്റ്യൻസ് പ്ലസ് ഒരു 400ഓളം ക്വസ്റ്റ്യൻസും കൂടെ, 2500 പ്ലസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. 2500 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബുക്ക്, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തെന്ന് പറയാൻ നമ്മൾ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് സിലബസ് ഫസ്റ്റ് വരുന്നത്. ആ സിലബസ് കാണാൻ നിങ്ങൾക്ക് മാത്സ് ആയാലും നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത്. ആ സിലബസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ ഉണ്ട്. അത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. സെയിം ടൈം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു വീഡിയോ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ അതിന്റെ ഓപ്ഷൻസ് വന്നെന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഈ ബുക്ക്, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് 2500 പ്ലസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം കൂടെ 1000 ആണ് വരുന്നത്. അപ്പം അത് പല കുട്ടികളും നമ്മുടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, സാർ നമുക്ക് ബാക്കിയുള്ള കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 500 രൂപ കൊടുത്ത് ഈ ഒരു ബുക്ക് അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബുക്കാണ് നമ്മൾ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പ് ത്രൂ ആണ്. അതോടൊപ്പം തന്നെ
1000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ്, ഇതിന്റെ ഈ ഒരു ബുക്കിന്റെ ഒരു ബുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് 2500 ആണ് നമ്മൾ ക്രാഷ് കോഴ്സ് വരുന്നത്. ലൈവ് ക്ലാസ് ഉണ്ട്. ജൂൺ മുതൽ ഫുൾ ഡേ നമ്മുടെ 1-2 മണിക്കൂർ ലൈവ് ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സിലബസിന്റെ റെക്കോർഡ് നിങ്ങൾ കണ്ടു തരും. ഡെയിലി ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് നമുക്ക് 5 വർഷം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരു 3500 മുതൽ 4200 കുട്ടികൾ മാത്രമാണ്. ഈ വർഷം ഒരു 4000 കുട്ടികളായിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സാം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ ലെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഡൗട്ട് ചോദിക്കും. അപ്പം ഈ ഒരു എമൗണ്ടുകളാണ് നിങ്ങൾക്ക് വരുന്നത്. 500, 1000, 2000. ഇൻ കേസ് നിങ്ങൾക്ക് CGP ഒക്കെ 8.5, 9.5 ഒക്കെ ഉണ്ട് എങ്കിൽ, 8 മുതൽ അങ്ങോട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് സ്കീം നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്താൽ മതിയാവും ഈ ഒരു നമ്പറിലേക്ക്. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അപ്ഡേറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സയൻസ് ടെക്കിന്റെ യൂട്യൂബ് ചാനൽ അഥവാ ഇൻസ്റ്റാ പേജ് follow ചെയ്യുക. Thank you.